ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതും കരിക്കില്ലാത്ത കരിക്ക് ജ്യൂസാണ്. കരിക്ക് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റിൽ കരിക്കില്ലാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ എത്രത്തോളമാണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്കൊരു അണ്ടിപ്പരിപ്പ്, ഒരു 5-6 അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 ചെറിയ അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 6 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇളനീരിൻ്റെ വെച്ചിട്ട് തന്നെ ജ്യൂസ് അടിച്ചിട്ടുള്ള ആ ഒരു മണമൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ജ്യൂസ് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഏലക്കായും അതുപോലെ തന്നെ ആ ഒരു തേങ്ങയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അരയാതെ കിടക്കുന്നതും അതുപോലെ ഒരു തേങ്ങയുടെ ചണ്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഗ്ലാസ്സിലേക്ക് നമുക്ക് തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് കുടിക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിന് ഈ ഒരു ടേസ്റ്റ് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്